എൻ്റെ പേര് KP വർഗീസ്. ഞാൻ 2-3 വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെക്കുറിച്ചാണ്. നാം കേട്ടിരിക്കുന്നതും ഇതുവരെ അറിഞ്ഞിരിക്കുന്നതും ആണോ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഒരിടത്ത് ഒരു ധനവാനായ മനുഷ്യൻ, അവൻ്റെ മേശയ്ക്കരികിൽ ലാസർ എന്നൊരു മനുഷ്യനും താമസിച്ചിരുന്നു. വ്യക്തമായി മനസ്സിലാക്കണം, ധനവാനായ മനുഷ്യൻ, അതിസമ്പന്നനായ മനുഷ്യൻ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ധനവാനായ മനുഷ്യൻ്റെ മേശയ്ക്ക് അരികെ ലാസർ എന്ന ഒരുവൻ ജീവിച്ചിരുന്നു. അവൻ വ്രണങ്ങൾ നിറഞ്ഞവനും നായ്ക്കളൊക്കെ വന്ന് അവൻ്റെ വ്രണത്തെ നക്കുകയും ചെയ്യുന്ന അത്രയും ഒരു അവസ്ഥയിലായിരുന്നുവല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഈ ധനവാന്റെ മേശയ്ക്ക് അരികിൽ ആണ് വസിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു ധനവാന്റെ മേശയ്ക്കരികിൽ, അവൻ്റെ ഭക്ഷണ മേശയ്ക്കൊക്കെ അരികിലായിട്ട് ഇത്രയും വ്രണങ്ങളൊക്കെ നിറഞ്ഞ് നായ്ക്കൾ വന്ന് നക്കുന്ന ആരെയെങ്കിലും അവിടെ സംരക്ഷിക്കുമോ അല്ലെങ്കിൽ ഇട്ടേക്കുമോ? കൂടാതെ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ടാണ് ഈ ലാസർ ഉപജീവനം കഴിച്ചിരുന്നത്. അതും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചിന്താഗതിയിൽ ഈ ധനവാൻ ഒരു നല്ല മനുഷ്യനാണ് അല്ലേ. പക്ഷേ സഭ പഠിപ്പിക്കുന്ന ധനവാൻ പാതാളത്തിൽ പോവുകയും ലാസർ മരിച്ച് സ്വർഗത്തിൽ പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഇവരുടെ ഒരു സംവാദമുണ്ട്. അവൻ ലാസറിനെ അറിയാഞ്ഞതുകൊണ്ട് ഈ അവൻ്റെ വിരലിൻ്റെ തുമ്പത്തൊരു തുള്ളി വെള്ളം ഒഴിച്ച് എൻ്റെ നാവിന്മേൽ വെക്കണമെന്ന് അപേക്ഷിക്കുന്നതായിട്ടും ഒക്കെ ആ ഭാഗത്ത് വരുന്നുണ്ട്. ഇത് എല്ലാവരും ഈ സുവിശേഷം കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അനവധി വ്യാഖ്യാനങ്ങളും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത് ശരിയായ ഒരു അർത്ഥം, ശരിയായ സത്യം ഇതിനകത്തിൽ എന്താണ്? ധനവാൻ ആരാണ്? നമ്മൾ പണമുള്ളവരെയാണ് ധനവാൻ എന്ന് പറയുന്നത് അല്ലേ. സമ്പന്നരെ വളരെ സ്വത്തുക്കളൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുന്ന സമ്പന്നരെയാണ് നമ്മൾ ധനവാൻ എന്ന് പറയുന്നത്. എന്നാൽ നാം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണോ അതും ധനവാനാണ്. അവിടെ സമ്പത്തിൻ്റെ ഒരു വ്യത്യാസമൊന്നുമില്ല. പാവപ്പെട്ടവനും ധനവാനാണ്, പണക്കാരനും ധനവാനാവാം, ആർക്കും ധനവാനാവാം. എന്തുവാണ് ധനം? എന്തുവാണ് ധനം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ധനവാന്റെ മേശ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പം ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് അതൊക്കെ പറയുന്നു. മുടിയനായ പുത്രൻ്റെ ഉപമയുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. മുടിയനായ പുത്രൻ ആരാണെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നും പിശാചും അവനോടൊപ്പം തള്ളപ്പെട്ട മാലാഖമാരും ഈ ഭൂമിയിൽ വീണു, ഈ ഭൂമിയിൽ വസിക്കുന്നു. അപ്പോൾ ഈ സാത്താനും, മുടിയനായ പുത്രനായ സാത്താനും അവൻ്റെ കൂട്ടുകാർക്കും ഓഹരിയായിട്ട് കൊടുത്ത ഈ ഭൂമി ആണ് അവൻ്റെ മേശ, ധനവാന്റെ മേശ. അപ്പോൾ ഇവിടുത്തെ ധനവാനാരാ? സാത്താനും കൂട്ടരും. ആ കൂട്ടരെന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മളെല്ലാം കൂട്ടർ തന്നെ. സാത്താൻ്റെ കൂട്ടുകാരാണ് നമ്മളെല്ലാവരും, അതിന് മാറ്റമൊന്നുമില്ല. ഈ സാത്താൻ്റെ കൂട്ടുകാർ, അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ വിശുദ്ധരാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പൂജ ചെയ്യുന്നുണ്ട്, മന്ത്രം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സാത്താൻ്റെ അടിമകളാണ്. ഈ സാത്താൻ്റെ രാജ്യത്ത് നമ്മൾ താമസിക്കുന്നത്. ഈ ഭൂമി സാത്താന് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അത് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന കാലഘട്ടത്തിൽ സാത്താൻ പറയുന്നതായിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം, ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന്. അവിടെ തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ആരാണ് ഈ വന്ന് പറഞ്ഞത്. സാത്താനാണെന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിനോടാണ് പറഞ്ഞത്. ഈ ഭൂമിയും അതിൻ്റെ മഹത്വം സകലത്തും അവന് കൊടുത്തിരിക്കുക. അപ്പോൾ അവന് ഈ സാത്താൻ്റെ മേശ എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ്, ഈ ഭൂമിയിലെ മനുഷ്യനും ആണ്. അതെന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങളെന്ന് നോക്കാം. പൈശാചിക ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹം, ഇവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. കൂടാതെ ദുർനടപ്പുകാര്, അഹങ്കാരികൾ, കൊലപാതകികൾ, അനാശാസ്യം നടത്തുന്നവർ, ധൂർത്ത് ചെയ്യുന്നവർ, അത്യാർത്ഥിയുള്ളവർ, യുദ്ധങ്ങളുള്ളവർ, അസൂയുള്ളവർ, പ്രക്ഷോഭങ്ങൾ നടത്തുന്നവർ, ഏഷണി പറയുന്നവർ, ഭീഷണി പറയുന്നവർ, ചതി ചെയ്യുന്നവർ, ഉപദ്രവിക്കുന്നവർ, അങ്ങനെ പിന്നെ മദ്യപാനം, വെറുക്കൂത്ത് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമി, അല്ല ഒരു മേശയാണിത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ഇത്
പാവപ്പെട്ടവനിലുമുണ്ട് പണക്കാരനിലുമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലേ. അസൂയ, വിദ്വേഷം, വെറുപ്പ്, അഹങ്കാരം, ധാർഷ്ട്യം, ഇതെല്ലാം എല്ലാവരിലുമുണ്ട്. അപ്പോൾ ഈ ധനവാന്റെ മേശയിലെ വിഭവങ്ങൾ ആരെല്ലാം ഉണ്ട്? നമ്മളെല്ലാവരിലും ഉണ്ട്. പക്ഷേ ഈ ധനവാന്റെ മേശയിൽ അപ്പനുറുക്കുകളുണ്ട്. ഈ ഭൂമിയിലും ദൈവത്തിൻ്റെ വചനങ്ങളുണ്ട്. ഈ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ഇങ്ങനെ പല ഭാഗത്തു നിന്നും നമുക്ക് കേൾക്കുവാൻ സാധിക്കും, അറിയുവാൻ സാധിക്കും. ഈ വചനങ്ങളാണ് മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുകൾ. അപ്പോൾ ഈ മേശയിൽ ദൈവത്തിൻ്റെ വചനങ്ങളുമുണ്ട്, തിന്മ പ്രവൃത്തികളുമുണ്ട്. അപ്പോൾ ഈ തിന്മയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാരാണ് ധനവാന്മാർ. ഒരാളല്ല, രണ്ടുപേരല്ല, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വരുന്ന ധനവാന്മാരാണ് ഈ ഭൂമിയിൽ കിടക്കുന്നത്. ലാസർ ചുരുക്കം ചിലതേ കാണത്തുള്ളൂ. കാരണം ഈ തിന്മകളിലോട്ടൊന്നും പോകാതെ, ഇതിൽ നിന്നൊക്കെയും വിട്ടുനിന്ന്, ഇതിനെല്ലാം ഉപേക്ഷിച്ച് എപ്പോഴും നന്മ മാത്രം ചിന്തിച്ച് നല്ലത് പ്രവർത്തിക്കുകയും നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് ലാസർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ധനവാനും ലാസറും എന്ന് പറയുന്നത് പണക്കാരനും പാവപ്പെട്ടവനുമല്ല, എല്ലാവരും ധനവാനുമാണ്. എല്ലാവർക്കും ലാസറും ആവാനുള്ള അവകാശമുണ്ട്, അതുപോലെ ആയാൽ അവകാശമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഈ സാധാരണ ഒരു ലാസർ ആയിരുന്നുവെങ്കിൽ, ഈ പറഞ്ഞ രീതിയിലുള്ള ആളാണെങ്കിൽ നമ്മൾ ഈ വ്രണം നിറഞ്ഞവനെ നമ്മുടെ മേശയുടെ അടുത്തോ വീടിൻ്റെ അടുത്തോ ഏൽപ്പിക്കും. നമ്മളെന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുവന്നെങ്കിലും ഒന്നീ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആതുരാലയങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലുകളിലോ അനാഥാലയങ്ങളോ ഒക്കെ എത്തിക്കും. അങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ കൂടിക്കൊണ്ടുവന്ന് അവിടെ വിടും. നമ്മളങ്ങനൊന്നും അവരെ സംരക്ഷിക്കാനായിട്ട് കൂടത്തില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ധനവാൻ ലാസറും നമ്മൾ ഉദ്ദേശിച്ചവരല്ല. അത് നാം തന്നെയാണ് ധനവാൻ. നമുക്ക് തന്നെ ലാസറാവാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. പിന്നീട് ഇതിനോട് ചേർത്ത് തന്നെ പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഉപമയുടെ ഞാൻ സമയവും ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ എളുപ്പം ചുരുക്കി പറഞ്ഞു നീട്ടി പറയുന്നൊന്നുമില്ല. പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ഇത് പറയുമ്പോൾ ബൈബിൾ പറഞ്ഞ പ്രകാരം നമ്മൾ പരീശന്മാരെ സൂക്ഷിക്കണം, അവരുടെ തിന്മകളെ സൂക്ഷിക്കണം എന്നൊക്കെയാണ്. അതുമുണ്ട്, അവർ ചെയ്യുന്ന പ്രവൃത്തികളെപ്പോലെ നമ്മൾ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് പരീശന്മാരുടെ പുളിച്ച മാവ്? പുളിച്ച മാവിനെ പറ്റി പറയുന്നത്, ഒരു സ്ത്രീ ഒരു പറ മാവെടുത്ത് അത് വെച്ചു, ഒരു മാവ് എടുത്ത് അത് നനച്ച് ഉരുട്ടി വെച്ചു, അത് 3 പറ മാവായിട്ട് പൊങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുളിച്ച മാവെന്ന് പറയുന്ന ഒരു അപ്പം, അതിനെപ്പറ്റി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് അപ്പമായിട്ട് തോന്നും, പക്ഷെ അപ്പമല്ല. പുളിച്ച മാവെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തെ പറ്റിയാണ് ഈ പുളിച്ച മാവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുളിച്ച മാവെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യത്തെ പറ്റിയാണ്. അപ്പോൾ പരീശന്മാരുടെ പുളിച്ച മാവ് ദൈവരാജ്യമാണ്. പരീശന്മാരുടെ വിശ്വാസം എന്താണോ അത് സൂക്ഷിക്കണം, അതുപോലെ പോകണം, അത് ശരിയാണെന്നുള്ളതാണ് കർത്താവ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പരീശന്മാരുടെ പുളിച്ച മാവ് എന്താണ് നമുക്കൊന്ന് നോക്കാം. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരാശി തിരികെ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. 1. രണ്ടാമത്, പുനരുത്ഥാനം അവർ വിശ്വസിച്ചിരുന്നു, പുനർജനനവും അവർ വിശ്വസിച്ചിരുന്നു. പുനരുത്ഥാനവും പുനർജനനവും പരീശന്മാർ വിശ്വസിച്ചിരുന്നു, എന്നാൽ യഹൂദന്മാർ രണ്ടും വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അതാണ് പരീശന്മാരുടെ പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പുനർജനനവുമുണ്ട്, പുനരുത്ഥാനമുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിൽ പലതും കർത്താവ് പറഞ്ഞത്. വീണ്ടും ജനനമുണ്ടോ, നീ വീണ്ടും ജനിക്കണമെന്ന് പറയുമ്പോൾ എന്താ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് കയറിപ്പോയിട്ട് ജനിക്കണമെന്നൊക്കെ ഉള്ള മുട്ടാത്തറക്ക ചോദ്യങ്ങൾ കർത്താവ് ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്നത്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ട്. കാരണം തർക്ക വിഷയങ്ങളിലാണ് അവിടെ കർത്താവ് ഇടപെടാത്തത്. ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം മറുപടി പറഞ്ഞിട്ട് പുനർജനനമുണ്ടെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. പുനരുത്ഥാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ കാലങ്ങളെടുക്കും. 2000 വർഷമായണൊക്കെയും 2000 വർഷം കഴിഞ്ഞണൊക്കെയും നമുക്ക് ഇതിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ ഈ ഉപമകളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മളുടെ ചിന്തകളും നമ്മുടെ സ്വഭാവങ്ങളും ദൈവത്തോടുള്ള അർപ്പണവും എത്രമാത്രം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം.
അതുകൊണ്ട് എന്ത് ദുഃഖവും എന്ത് പ്രതിസന്ധി എന്ത് പ്രയാസങ്ങൾ വന്നാലും ശരി ദൈവത്തെ അന്വേഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പിന്തിരിഞ്ഞ് കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് പറയണമെങ്കിൽ പറയണമെങ്കിൽ ഇന്നതിന് മാറ്റം വന്നിട്ടുണ്ടോ? സഭകളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ അതിൻ്റെ സിസ്റ്റത്തിലേക്ക് പോന്നു. നമ്മൾ ജനിച്ച സഭകളിൽ ക്രിസ്ത്യാനിയെങ്കിൽ ക്രിസ്ത്യാനി, മുസ്ലിമെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ ഹിന്ദുവെങ്കിൽ ഹിന്ദു, ഇങ്ങനെ ജീവിച്ചിട്ട് നമ്മൾ നമ്മുടെയാണ് ശരിയായ മതം, നമ്മളാണ് ശരിയായെന്ന് പറയുക. ഈ 3 മതവും പഠിക്കണം. ഈ 3 4 എല്ലാം പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ ആരും ഓടിപ്പോകത്തില്ല. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഹൈന്ദവ വേദങ്ങൾ ശരിക്കും പഠിച്ചതാണ്. സ്കൂളുകളിലൊക്കെ നല്ലതായിട്ട് പഠിച്ചതാണ്. മത്സ്യം, കൂർമ്മം, വരാഹം എല്ലാം അറിയാം. അതൊന്നും പഠിച്ചതുകൊണ്ടൊന്നും ഒരു മതം മാറത്തൊന്നുമില്ല. മതം മാറുന്ന ഇതെന്ന് പറഞ്ഞാൽ മനസ്സ് മാറുക, അവനവന് സത്യം എന്താണെന്ന് ഓരോ വ്യക്തിക്കും ബോധ്യമാവും മാറും. ആരെയും തടയരുത്. മുസ്ലിം ആവുന്ന മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആവുന്ന ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആവുന്ന ഹിന്ദു ആയിക്കോട്ടെ. ഇന്ത്യക്കാരനാവാതിരിക്കുന്നില്ല. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഒരു മതം മാറിയെന്നോ, ഒരു ഹോട്ടലിൽ പോയെന്നോ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയെന്നോ, ഒരു പള്ളിയിൽ പോയെന്നോ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരല്ലാതിരിക്കുന്നില്ലല്ലോ. ഇന്ത്യക്കാർക്കെല്ലാം ഒരു നിയമവും ഒരു സംരക്ഷണവുമാണ് ആവശ്യം. മതം മാറിക്കോട്ടെ. എവിടെയെങ്കിലും ആരെങ്കിലും അവനെ ആഹ്വാനം ചെയ്യുന്ന, അവനെ ആകർഷിക്കുന്ന സ്ഥലത്ത് അവൻ ചെന്നിരിക്കും. അത് ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്നാൽ അത് ഏത് ഘട്ടത്തിലും അവനത് സ്വീകരിച്ചിരിക്കും. മറ്റുള്ള ഇതര സഭകളിലാണ് വിഗ്രഹത്തെ സേവിക്കുന്നതിനുള്ള അവിടെ സ്വീകരിച്ചിരിക്കും. അതിനാരും തടയിടണ്ട, ആരും തടസ്സപ്പെടുത്തണ്ട, അവർ ചെയ്തോട്ട്. അന്ത്യകാലഘട്ടമാകുമ്പോൾ ജലപ്രളയമൊക്കെ വന്ന് പോകണില്ലേ, വലിയ സുനാമിയൊക്കെ അടിച്ച് നശിച്ചു പോകുന്നില്ല. അതൊക്കെ നിമിഷ നേരം മതി ഇതെല്ലാം പട്ടുപോകാനും നശിച്ചു പോകാനും. ദൈവത്തിന് ഒരു കാറ്റടിപ്പിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളാരും ആരുടെയും ന്യായം വിധിക്കുവാനോ ആരെയും ശിക്ഷിക്കുവാനോ പോകണ്ട. അതെല്ലാം സംഭവിക്കും. നാം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് മാത്രം ചിന്തിക്കുക. ദൈവത്തെ അന്വേഷിച്ച് അറിഞ്ഞ് ആ സത്യദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഈ ചെറിയ ഉപമകൾ ഞാനിവിടെ നിർത്തുകയാണ്. ഇനിയും അവസരമുള്ളപ്പോൾ നിങ്ങളുമായിട്ട് സംവാദിക്കാം.